അഴിമതി കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീവിക്കും തടവ് ശിക്ഷ. ഇമ്രാൻഖാന് 14 വർഷവും ബുഷ്ര ബീവിക്ക് 7 വർഷവുമാണ് ശിക്ഷ. അൽ-ഖാദിർ സർവകലാശാല സ്ഥാപിച്ചതിൽ പൊതുഖജനാവിന് 5000 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കേസ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് PJ അരുൺ ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് ഈ കേസിൻ്റെ വിശദാംശം? ഷമി പ്രഭാകർ 2023 രജിസ്റ്റർ ചെയ്ത അൽ-ഖാദിർ ട്രസ്റ്റ് അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇന്ന് വിധി വന്നിരിക്കുന്നത്. ഇതുമായി സംബന്ധിച്ച അഴിമതി കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ബുഷ്ര ബീബിയുമാണ് ഇപ്പോൾ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. ഈ വിധിയുമായി അനുബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇമ്രാൻഖാന് 14 വർഷ തടവും ഭാര്യ ബുഷ്ര ബീബിക്ക് 7 വർഷത്തെ തടവുമാണ് വിധിച്ചിരിക്കുന്നത്. എന്തായാലും 2023 തടവ് ശിക്ഷയ്ക്ക് വിധിച്ച് 200ഓളം കേസുകളിൽ കുറ്റാരോപിതനായി തടവിൽ കഴിയുകയാണ്. 2023 മുതൽ അദ്ദേഹം തടവിൽ കഴിയുകയാണ്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അവിടെ ഈ രാഷ്ട്രത്തലവന്മാരായിട്ടുള്ള പലരും പലപ്പോഴായി വധിക്കപ്പെട്ടിട്ടുള്ളതും പലപ്പോഴായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളവരും തീവ്രവാദികളുടെ ആക്രമണം, ഭീകരവാദികളുടെ ആക്രമണം, ഇതിലെല്ലാം നേരിട്ട പല വ്യക്തിത്വങ്ങൾക്ക് ഉടമയാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ. പാകിസ്ഥാനിലുള്ള പല കാലങ്ങളിലായി തുടർന്നു വന്ന ഭരണ നേതാക്കൾ. അതിൽ നിന്നും വിഭിന്നമല്ല ഇമ്രാൻഖാൻ്റെ അവസ്ഥയും. കാരണം 200ഓളം കേസുകളിലാണ് ഇമ്രാൻഖാൻ്റെ മേലിൽ ഇപ്പോൾ ചുമത്തപ്പെട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് 2023 മുതൽ അദ്ദേഹം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അൽ-ഖാദിർ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് അഴിമതി കേസിലാണ് ഇപ്പോൾ ഈ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ പാകിസ്ഥാനിലുള്ള ഒരു സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രസ്റ്റിൻ്റെ ചുമതലയുള്ള ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീവിയും 1300 കോടിയിലധികം രൂപ വകമാറ്റി ചെലവഴിച്ചു, അഴിമതിക്ക് കൂട്ടുനിന്നു എന്നതരത്തിലുള്ള കണ്ടെത്തലുകൾ കോടതി നടത്തിയിരിക്കുന്നു എന്നതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പാകിസ്ഥാനിലുള്ള പ്രാദേശിക മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും സ്ഥിതി ഒരിക്കലും അനുകൂലമല്ല. കാരണം സൈന്യവുമായി കഴിഞ്ഞ വർഷം തന്നെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു നിലപാടായിരുന്നു ഇമ്രാൻഖാൻ എടുത്തിരുന്നത്. രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിയണമെന്നുള്ള നിർദ്ദേശവും ഇമ്രാൻഖാന് സൈന്യം നൽകിയിരുന്നു. എന്തായാലും ഈ ഒരു നിർദ്ദേശം ഇമ്രാൻഖാൻ നിരാകരിച്ചിരുന്നു. ഈ ഒരു രാഷ്ട്രീയ സ്ഥിതി കൂടി പരിശോധിച്ച് വേണം ഇമ്രാൻഖാന് എതിരെ ഇപ്പോൾ ഒരു കോടതി വിധി വന്നിരിക്കുന്നു. 14 വർഷത്തെ കഠിന തടവിനാണ് ഇപ്പോൾ ഇമ്രാൻഖാനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ബുഷ്ര ബീവിക്ക് 7 വർഷത്തെ കഠിന തടവിനുമാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ കോടതി വിധിച്ചിരിക്കുന്നത്. ഷമി പ്രഭാകർ. അരുണാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.